ഞാൻ ഒരു കാര്യം അന്നൊന്ന് കണ്ടു പറയാൻ വേണ്ടിട്ടേ. അതെ, ഞാൻ അതിലും വലിയൊരു അത്യാവശ്യത്തിന് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയായിരുന്നു. എന്താണ് അത്? വേറൊരു ഡീലാണത്. പറയണോ? ഇല്ലാന്ന് അത് പറയാൻ മാത്രമൊന്നുമില്ല. ഒരു ചെറിയൊരു അത് ശരിയല്ല. ഇല്ല പരീക്ക, അതിന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടെയില്ല. അത് പറയരുത് കേട്ടോ. എന്താ അങ്ങനത്തെ കച്ചവടം വരുമ്പോ മറച്ചു വെക്കണേ? മറച്ചു വെക്കണേലാന്ന്. അല്ലേ തന്നെ എനിക്ക് നിങ്ങളുടെ കുടുംബത്തോട്ട് വരാൻ പറ്റില്ല. എല്ലാത്തിലും കൊണ്ടുപോയി പെടുത്തണം, എല്ലാത്തിലും കൊണ്ടുപോയി. അതൊന്നും ഇജ്ജോക്കണ്ട. പെണ്ണുങ്ങളുടെ സ്വഭാവമൊക്കെ തന്നെയാണ്. അവർക്ക് അറിയപ്പോ നമ്മള് പുറത്ത് ഓടി നടക്കണ കഥകളൊക്കെ. അതെ, വർത്താനം പറഞ്ഞിരിക്കാൻ നേരമില്ല. എനിക്ക് ഇത്തിരി ഫണ്ട് ഇല്ല. ഇജ്ജ് കാര്യം പറയടോ. എന്നെ കൊണ്ട് പറ്റാണ് എനിക്ക് ചെയ്യാനോ. എന്റെ പരീക്ക് ഇതൊരു വണ്ടി കച്ചവടമാണ്. ഈ പറയണ അത്രയും മാതിരി ഒന്നും രക്ഷപ്പെടേണ്ട കേസൊന്നുമില്ല. അരി മേടിച്ച് പോകാത്രേ ഉള്ളൂ. ഇതിപ്പോ എത്ര കൈ വേണം? അതിന് നിങ്ങളുടെ കാശുണ്ടോ? കാശിന്റെ കാര്യം നോക്കിട്ടാണ് ഒരു കാര്യം. പിന്നെ വെറുതെ എന്നെ ഇറങ്ങിയാൽ അത് ഞാൻ ഉണ്ടാക്കിയ പറ്റണാഴ്ച ചെയ്യാലോ. ഇതേ ഈ നമ്മുടെ അവിടെ ഇരിക്കും. നമ്മുടെ വെള്ളപ്പൊക്കം വന്നില്ലേ? വെള്ളപ്പൊക്കത്തിന് ഒഴുകി പോയാലുമല്ല. വെള്ളപ്പൊക്കം വന്നപ്പോ കുറെ വണ്ടികൾ ഡാമേജ് ആയി. വെള്ളം കയറിയിട്ട് പലരുടെ അവിടേക്ക് ഈ വെള്ളം കയറിയ വണ്ടികൾ ചെറിയ വിലക്ക് കിട്ടും. അവിടുത്തെ വണ്ടി വാങ്ങിക്കൊണ്ടെന്ന് നമ്മളൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് വിറ്റ് കഴിഞ്ഞ് ഒരു ഇച്ചിരി ചില്ലറ കിട്ടും. അത് പലമാതിരിയൊക്കെ കിട്ടും. ഞാനൊരു ഇന്നോവ മേടിച്ചു ഒരു 2 രൂപ കൊടുത്ത്. ഇതൊന്ന് ചെയ്ത് നോക്കിയാണ്. അപ്പോഴേക്കും വന്നല്ല. അപ്പൊ ഞാൻ ആ വണ്ടി കൊണ്ടുപോയി നമ്മുടെ കെനന്റെ വർക്ക്ഷോപ്പിൽ പണിയാൻ കയറ്റി. അപ്പൊ ഒരു 1.5 രൂപ ആവുള്ളൂ എന്ന് പറഞ്ഞ എന്റെ ഒരു കണക്കൂട്ടല്ലേ. അപ്പൊ അവൻ അതും ഇതൊക്കെ പിടിച്ച് വലിച്ചപ്പോ അപ്പോളിസ്റ്ററിയും പോയി, സീറ്റും ഒക്കെ പോയി, ൊക്കെ കീറി പറഞ്ഞു പോണു. പിന്നെ അതൊക്കെ ഒന്ന് മേനയാക്കി പെയിന്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി ഇപ്പൊ 2.20 വന്നതിന്. അപ്പൊ അവന് 2.20 കൊടുത്താലേ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. ഈ വണ്ടി ഒന്ന് ഓടിച്ചു കൊണ്ടുപോയി പറയണവന് കൊടുത്താല് ഇച്ചിരി ചില്ലറ കിട്ടും. എത്ര കിട്ടും? ഒരു 8 ലക്ഷം. 8 ലക്ഷം? ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ വേണം. ഉണ്ടാക്കൂന്ന് പറഞ്ഞാല് ഇപ്പൊ 1.5 രൂപ അവന് കൊടുത്തിട്ടുണ്ട്. ഇനി 70 രൂപ കൂടി കൊടുത്താലേ അവൻ വണ്ടി തരുള്ളൂ. അത് ഇന്ന് 3 മണിക്ക് മുമ്പ് കൊടുക്കാൻ വേണം. അവൻ വിളിച്ചുകൊണ്ടേ ഇരിക്കണം നേരം വെളുത്തപ്പോ തൊട്ട്. ഇന്ന് 3 മണിക്കോ? ഇന്ന് 3 ഞാൻ 3 മണിക്കുള്ളില് 70,000 രൂപ. എന്റെ പരീക്ക മുതുകാള പശുവിനെ മെനക്കെടുത്തുന്ന പണി ചെയ്യല്ലേ. പറ്റുമെങ്കിൽ പറഞ്ഞ 70,000 രൂപ ഞാൻ തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കുറച്ച് നേരക്ക് തരും. ഒന്ന് ആസൂത്രണം ചെയ്യാം. വേഗം ആസൂത്രണം ചെയ്യും. പറ്റുമെങ്കിൽ ഞാൻ പുറത്തോട്ട് പോയി ആളുകളോട് ചോദിക്കണ്ടല്ലോ. വേണ്ട. ഇജ്ജ് ആരോടും പറയണ്ട. എനിക്ക് 70,000 രൂപ ഞാൻ തരും. ഇജ്ജ് ഒരു കാര്യം ചെയ്യ്. ഇന്നേ ഈ ഉച്ചക്ക് മുമ്പിന്റെ കടയിലേക്ക് ഒന്ന് വരുമോ? അതിന് മുമ്പ് ആലോചിച്ചാണ് എങ്ങായി കടയിലേക്ക് വന്ന ഞാൻ സംഭവം റെഡിയാക്കി തന്നാ മതി. അപ്പൊ 3 മണിക്ക് മുമ്പ് എനിക്ക് 70,000 രൂപ വേണോ? അല്ലേ? ഞാൻ ഉണ്ടാക്കി. അപ്പൊ ആ പൈസ കൊണ്ടുപോയി കൊടുത്ത് വണ്ടി കൊണ്ടുപോയി നാളെ വിറ്റിട്ട് ആ മേടിച്ച 70,000 രൂപ തരും. ആ ഇട്ട പൈസയുടെ ഓഹരി എത്രയാണ് ലാഭം എന്ന് വെച്ചാൽ അതും തരും. ഞാൻ വേഗം ഏർപ്പാട് നോക്കട്ടെ. അപ്പൊ പറഞ്ഞ അയ്യോ ഞാൻ വന്ന കാര്യം പറയാൻ പറഞ്ഞു. അല്ലല്ല അതെ, എന്റെ ഇപ്പൊ മറ്റേ ഭാര്യയുടെ അടുത്ത് കുറെ പെണ്ണുങ്ങളൊക്കെ മേക്കപ്പിന് വരണല്ലേ. ഏതെങ്കിലും പെണ്ണുങ്ങളുടെ വീട്ടിൽ ചിലപ്പോ ഈ മിഷീൻ ഉണ്ടാവും. പഴയ മിഷീൻ എല്ലാത്തിനും വെള്ളം കയറുന്ന എന്തിനാണ്? പിന്നെ എന്തിനാണ് ഇപ്പൊ പഴയ മിഷീൻ? തയ്യൽ മിഷീൻ പഴയത് സെക്കൻഡ് ഹാൻഡ് ആണ് നല്ലത്. കുറച്ച് കായ് കൊടുത്താൽ മുതല് കിട്ടുമോ? അങ്ങനെ എവിടെയെങ്കിലും ഒരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഒരെണ്ണൊക്കെ ഒപ്പിച്ചേരാം. നമുക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് ചോദിച്ചിറക്കാൻ പറ്റും. അത് ഞാൻ ചോദിച്ചോളാം. അടുത്തൊന്ന് പറയട്ടോ. പൈസ ഒപ്പിച്ചു നോക്ക്. കടയിൽ വന്നാൽ മതി. ഒക്കെ ശരിയാക്കാം. എന്തേലും ഇടങ്ങേറിന്റെ എന്നെ വിളിക്കണം. എനിക്ക് വേറെ ഒപ്പിക്കാനുള്ളതാണ്. ഒരിടങ്ങറും ഇല്ല. ആരോടും പറയണ്ട. ഇവിടെ കിടന്ന് ഒച്ചയെടുത്ത് അവളൊക്കെ ഏൽപ്പിക്കല്ലേ. ഇതാരോടും പറയണ്ടാന്ന്. വാസുറ്റി അറിഞ്ഞിട്ട് കൂട്ടാൻ വേണ്ടാന്ന്. ഓൻ എന്തെങ്കിലും അതോ പറഞ്ഞാ വെറുതെ ഒരു വാട്ടീസ് അടിക്കാണ്. നമുക്ക് കൊടുക്കാം. ഞാൻ കിട്ടോ. അപ്പൊ ശരി. അപ്പൊ ഞാൻ പറഞ്ഞ കടയിൽ പോയട്ടോ. വണ്ടിക്കാക്കി തന്നെ ഒന്നും വേണ്ട. ഞാൻ ശരിയാക്കാം. കുറവുണ്ടോ? ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ കൈ അങ്ങോട്ട് എടുക്കുമ്പോണ്ടല്ലോ എല്ലൊടിക്കുന്ന വേദനയാണ്. ചേട്ടാ നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. തടവുന്നെങ്കിൽ അങ്ങോട്ട് തടവുമല്ലോ. കേൾക്കാൻ വരുന്നു.
നീ അങ്ങനെ മുട്ടയിടണ്ട. ഓ അതെ മതി. അമ്മേ എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. മതി വേഗം, ഞാൻ ഒരു 5 മിനിറ്റ് കൂടി കേട്ടോ. നീ എന്തൊക്കെയോ പറഞ്ഞ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുള്ളത്. ഒരു സ്റ്റൂൾ എടുത്തോണ്ടിട്ട് ഇവിടെ വരുന്ന അങ്ങോട്ടും തടവുകയാണ്. ഇതെന്താ സംഭവം? അമ്മയ്ക്ക് ഭയങ്കര കാലുവേന. അപ്പൊ ഇന്നലെ ആ കാലിനായിരുന്നല്ലോ കുഴപ്പം. ഇന്നലെ ഈ കാലിലായിരുന്നു. ഈ കാലിലെ വേദന ഇങ്ങനെ കയറി വന്ന് ഈ തലയിലൂടെ അങ്ങനെ ഇടത് കാലിലോട്ട് വന്നു. ഇതെന്താ ബൈപ്പാസിലേക്ക് കൂട്ടണോ? അവിടുന്ന് കളിയാക്കാതെ ഒരു തമാശ. എന്റെ വേദന എനിക്കല്ലേ അറിയാനൊക്കത്തുള്ളൂ. തടവ്. ഏട്ടാ എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ഏട്ടനൊന്ന് തിരുമ്മി കൊടുക്ക്. ഇങ്ങോട്ട് മാറ്. എന്റെ പൊന്നേ. അയ്യോ എടാ ഇത് തടിയല്ല, എന്റെ കാലാണ്. എന്താ കുഴപ്പം? പതുക്കെ ഒന്ന് തടവ്. നീ നിന്റെ മരക്കൈ കൊണ്ട് തടവിയാലും നന്നായിരിക്കും. അതെ അപ്പുറത്താരുല്ലേ? ഇക്ക രാവിലെ പോണുണ്ടു. അല്ല വാതിൽ കടഞ്ഞു കിടക്കും. അതെ റസിയ എന്തോ ഒരു ടെൻഷനില് ഓട്ടോയിൽ കയറി പോകുന്ന കണ്ടു. അല്ല ഇതിപ്പോ എത്ര ടെൻഷൻ ആയാലും ഇവിടെ ആളുണ്ടെന്ന് അറിഞ്ഞൂടെ? ഊട്ടിക്കെട്ടി പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ? നിനക്ക് ചോദിക്കാനില്ലേ? ഞാനൊന്നും ചോദിച്ചില്ല. ഒരു മിനിറ്റ് മാമി. ദൂരെ വന്നെന്നാ തോന്നുന്നത്. ഈശ്വര എന്റെ കാലിന്റെ വേദന എന്റെ നെഞ്ചത്തോട്ട് കയറിയേ. എനിക്ക് വയ്യ. ഇനി അവൻ എന്തൊക്കെ ചോദിക്കുന്നു? ശ്രീധരൻ ചോദിക്കുന്നോ, കണ്ണൻ ചോദിക്കുന്നോ? അളിയനാ ഒറ്റയ്ക്കുള്ള അവളില്ലേ? ഇല്ല, അവളിതാ എന്നെ ഇങ്ങോട്ട് വിട്ടത്. அந்த ஆட்டோக்கு காசு கொடு. ഓട്ടോക്ക് പൈസ കൊടുക്കാൻ പയ്യിൽ പൈസ ഇല്ല. என் கையில காசு இருந்தா நான் இதுக்கு இங்க வரணும், அங்க இருக்கும்ல. എന്റെ അളിയ എന്തൊരു കഷ്ടമാണ് ഇത്. ഇപ്പൊ ഞാനിവിടെ ഇല്ല വിചാരിക്കും, അപ്പൊ നീ എന്ത് ചെയ്യും? மாமி கொடுக்கும் இல்ல மல்லி கொடுக்கும், எனக்கு தெரியாதா? போடு காசு கொடு. എത്രയാണ്? 60 രൂപ. 60 ரூபா தான் வாங்கினியா? வாங்கியம், லாபம் லாபம். அன்னைக்கு நான் வந்த போது ஓட்டக்காரன் எங்களுக்கு 90 ரூபா வாங்கி, இப்போ 60 വാങ്ങി 30 രൂപ കിടച്ചാച്ചില്ല. അപ്പൊ ലാഭം നിനക്കല്ലേ, എനിക്കല്ലല്ലോ. അല്ല ഇപ്പൊ വന്നത് എന്തിന്? ஆட்டோ இருக்குதுல்ல, அதுக்கு டெஸ்ட் நாளைக்கு ஒரு 10,000 ரூபா வேணும். 10,000 രൂപ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തു തരാം. അല്ല സുമി சொல்லிச்சு, അണ്ണൻകിட்ட சொல்லிட்டு வாங்கிட்டு வரேன். എന്റെ അളിയ 5 പൈസ ഇല്ലാതെ ഇവിടെ വന്ന് കിടക്കണത്. നിനക്ക് വല്ല പ്രാന്തുണ്ടോ? எனக்கு വെറുതെ തര വേണ്ട. വെറുതെ തര വേണ്ടതല്ല, എന്റെ കയ്യിൽ ഒരു പൈസ. ശ്രീധരൻ വാങ്ങില്ലേ? എനിക്ക് 10,000 രൂപ കൊടുത്തു. ശ്രീധരത്തിന്റെ വർത്തമാനം എന്നോട് പറയരുത്, അതൊക്കെ ആദ്യം പറഞ്ഞു തീർത്ത് കഴിഞ്ഞാൽ വേണം. എനിക്ക് ശ്രീധരൻ വേണം. എനിക്ക് നാളെ 10,000 രൂപ ഇല്ല. സുമ சொல்லிச்சு, അണ്ണൻകിட்ட சொல்றதுக்கு எடுத்து கொடு. ഇല്ല 10,000 രൂപ കിടക്കലன்னா நான் போக மாட்டேன், இங்க தான் நிக்கும். അളിയാ നീ വെറുതെ ആവശ്യമില്ലാത്ത കാല് കുത്തിയുള്ളൂ, 60 പോയി. ശരി. ധാരപ്പത് വാലടച്ചിട്ടേക്കണേ. റസിയ ഇവിടെ അല്ലല്ലോ, റസിയ പോയില്ലേ? റസിയ പോയിന്ന് പറഞ്ഞ മല്ലിക. അപ്പൊ നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. വിളിച്ചില്ല അപ്പോ? ഇല്ലല്ലോ. ഞാൻ നിന്നെ വിളിച്ചല്ലോ, എന്താ ഫോൺ ഇട്ടാതിരുന്നത്? ഫോണിന്റെ കംപ്ലൈന്റാ. ഞാൻ ഓന്റെ ഫോണിലാണ് വിളിച്ചത്. ഇന്ന് മുഴുവൻ എന്റെ ഫോണാ യൂസ് ചെയ്തേക്കണ. അപ്പൊ അവള് വിളിച്ചിട്ടുണ്ടാവും, കിട്ടായിരുന്നോ? സർവീസിന് കൊടുത്ത് ഫോൺ. അല്ല ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ശരിക്ക് കണ്ട് പറഞ്ഞിട്ട് വേണം പോവാ. അല്ലാണ്ട് പോണത് ശരിയല്ല പൊണ്ടാട്ടിമാര്. ഇനിയിപ്പോ എന്നാ പண்றது? ഇത്രയും വലിയ വീട് വെച്ചിട്ട് ഉള്ള പടുക്ക മുടിയാതല്ലേ, വെളിയെ പടുത്തുക്കോ. മിണ്ടണ കളിയാ. അല്ല ചാവി എന്റെ ഇருக்கு. ചാവി ഇருக்கு, പൊണ്ടാട്ടി ഇല്ലല്ലേ? அலையா எங்க ஊர்ல ஒரு முனியாண்டி இந்த மாதிரி பொண்டாட்டினா ரொம்ப பிரியம். ஒரு நாள் முனியாண்டி கிட்ட சொல்லாம அவன் பொண்டாட்டி எங்கேயோ போயிடுச்சு. எல்லாரும் தொலைவி பார்க்கறான், எங்கேயும் கிடைக்கல. அவசானம் எங்க இருந்து கிடைச்சது? ஒரு அழகான பையன் கூட ஓடி போய். എന്ത് വൃത്തികേടാ ഇയാൾ ഈ പറയണ? ഒട്ടൊന്നും തരും. മുണ്ടാടത് നടന്നത് சொன்னேன். ആരാണ് എന്താണെന്ന് അറിയാതെ നിങ്ങൾ വളവളാന്ന് പറഞ്ഞു കൊടുക്കുന്നത്? கதக்கு சாத்திட்டான். இதே மாதிரி தான் முனியாண்டியும் பொண்ணு போனது தெரிஞ்சதுமே யாருக்கிட்டையும் சொல்லாம அகத்து கறி கதக்கு சாத்தினாங்க. தட்டிட்டும் திறக்கல. அவசானம் வாங்கி சவுட்டி பொழிச்சு நோக்கும்போ எப்படி இதை முனியாண்டி சீலிங்கில் எப்படி தொங்கிட்டு இருக்குது.
വായു തുങ്ക പോയത് പോയി കാപ്പാത്ത്. എന്ത് ചെയ്യോടാ ഞാൻ ഇതിനെ കൊണ്ട്? പരികുട്ടി, പരികുട്ടി, ബൈ. അറിയാം ചിരിയുടെ തരികിട മേളം പൂരം കുട്ടീസ് 3 കുട്ടീസ്.